നമുക്കിന്നൊരു 3/4 കിലോ കണമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒരു 5-8 എണ്ണം, വേപ്പില, 3 പച്ചമുളക്. അപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്നതോടുകൂടി നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഞാൻ കുറച്ചധികം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഈ കറിയിൽ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ട്. നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം ലാസ്റ്റത്തേക്ക് കേട്ടോ, ഒരു താളിപ്പ് ശരിയാക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളിയായി വരുന്ന വരെ നമുക്ക് നന്നായി വഴന്ന് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ കണമ്പ് കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ വെക്കാൻ നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു 5-8 എണ്ണം ഉണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പില 2 പച്ചമുളക് കീറിയിട്ട് ഇട്ടുണ്ട്. പിന്നെ വേപ്പില ഇത്തിരി അധികം ഇട്ട് കൊടുക്കുക കറിക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇഞ്ചി ആയതുകൊണ്ട് വിടാണ്ട് ഒന്ന് ഇളക്കിയുള്ള അടി പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അടിയിൽ പിടിക്കും. നമ്മൾ 1 മിനിറ്റ് നീങ്ങി നിന്നാൽ അടി പിടിക്കും. അപ്പോൾ ഇതിൽ ഞാൻ ഒരു 2 ടീസ്പൂണ് ടേബിൾ സ്പൂൺ അല്ല 2 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഞാനത് കലക്കി വെച്ചതാണ്. ഇനി ഇത് ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായി ഒന്ന് വഴന്ന് വരില്ല, അതിൻ്റെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അതുപോലെ നമ്മൾ വഴറ്റിയെടുക്കണം ഈ മുളക്. അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മുളക് കരിയണ പോലെ അങ്ങനെയൊന്നും തോന്നില്ല. നല്ല ഇങ്ങനെ ആക്കിയെടുക്കുമ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുടപ്പുളി ഒഴിച്ച് കൊടുക്കണം. ഒരു 2-3 കുടപ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് വേണ്ട. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുടപ്പുളി ഒഴിച്ച് കൊടുക്കാം. കുടപ്പുളി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കണം. കാരണം മീൻ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വല്ലാണ്ട് ഇളക്കി അത് പൊട്ടിക്കേണ്ട, അത് വേഗം പൊട്ടണ മീനാണ്. അപ്പോൾ നമുക്കിങ്ങനെ അടച്ചു വെച്ചത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇടനേരത്തൊന്ന് നമ്മളൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. അതിൽ ഉപ്പൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ആ സമയത്ത്. അപ്പോൾ ഉപ്പ് സ്വല്പം കുറവുണ്ട്, ഞാൻ ഒരു 1/2 സ്പൂണും കൂടി ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ മീനായി വന്നിട്ടുണ്ട്. നമുക്കത് പാലൊഴിച്ച് കൊടുക്കാം. ഇതൊരു 1.5 ഗ്ലാസ് തമ്പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. നമുക്ക് തിളപ്പിക്കരുത് ഇത്. ഇനി അപ്പുറത്തൊരു ചട്ടി വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കും. അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1/2 സ്പൂണ് ഉലുവ, അധികം ഉലുവയാവരുത്, കയ്ക്കും കറി. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം, ചെറിയ സ്പൂണാണ്. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. അത് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് 4 വറ്റൽമുളകും 1 പച്ചമുളകും വേപ്പില ഇട്ടിട്ട് അത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് അത് അടച്ച് വെച്ച് നമുക്ക്
അതിന് ശേഷം തുറന്നിട്ട് നമുക്ക് സെർവ് ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് വറ്റൽമുളകും പിന്നെ വേപ്പിലയും ഒരു പച്ചമുളകും ഞാൻ ഇട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ 5 മിനിറ്റിന് ശേഷം തുറന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് വേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കണമ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ, വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ ടേസ്റ്റി കണമ്പ് കറി. അപ്പോൾ ഇനി അടുത്ത